ഹലോ. ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു ആശയം പങ്കിട്ടിരുന്നു. ലാൻഡ് ബാങ്ക് എന്നാണ് ഞാൻ അതിനെ പറഞ്ഞിരുന്നത്. അപ്പം എന്താണ് ഈ ലാൻഡ് ബാങ്ക് എന്നിങ്ങനെ 4-5 പേര് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ആശയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാനിപ്പോൾ ഇവിടുത്തെ നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്ന് പറയാം. അതായത് എന്താണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം. ഒന്നാമത്തെ കാര്യം ഇത് കരുനാഗപ്പള്ളിയിൽ മാത്രമല്ല കേട്ടോ, ഇത് കേരളത്തിൽ എവിടെയും ഉപയോഗിക്കാവുന്ന ഒരു ആശയമാണ്. കരുനാഗപ്പള്ളി ഞാനൊരു പൈലറ്റ് എന്ന രീതിയിൽ കാണുന്നു. അതായത് ഇവിടെ ശ്രമിച്ചു നോക്കാം, ജയം ഒന്നും ഉറപ്പില്ല, എന്നാലും ശ്രമിച്ചു നോക്കാം. അപ്പൊ നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മുടെ പച്ചക്കറികൾ വരുന്നത് എവിടെ നിന്നാണ്? തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെയാണ് വരുന്നത്. നമുക്കിവിടെ പച്ചക്കറി നടാൻ നമുക്ക് സ്ഥലമില്ല, നമുക്ക് ആളില്ല, പല പ്രശ്നങ്ങൾ. പിന്നെ അപ്പോൾ നമുക്ക് പച്ചക്കറി എങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ നടാം എന്നുള്ളൊരു കാര്യമാണ് ഉള്ളത്. അപ്പൊ ആദ്യം അതിനകത്ത് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പം കരുനാഗപ്പള്ളി എടുത്തു കഴിഞ്ഞാല് ഇവിടെ പല വീടുകളിലും സ്ഥലമുണ്ട്. ഇപ്പം വീട് നിൽക്കുന്നത് ചിലപ്പോൾ ഒരു 15 സെന്റ് സ്ഥലത്താണ്. അപ്പൊ അതിനകത്ത് നമുക്കൊരു 7-8 സെന്റ് സ്ഥലം ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വല്ല അലങ്കാര ചെടികൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഒരു അല്പം സ്വല്പം പച്ചക്കറികൾ ഉണ്ടാവും, ഒരു മുളകോ അല്ലെങ്കിൽ കുറച്ച് തുളസിയോ അല്ലെങ്കിൽ ചിലപ്പോൾ 2-3 തക്കാളി ചെടികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായേക്കാം. അപ്പം അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പം കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഏതാണ്ട് 2 ലക്ഷത്തോളം വോട്ടർമാരുണ്ടെന്നാണ് ലേറ്റസ്റ്റ് കണക്ക്. അപ്പം അത് 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാരായിരിക്കാം. നമുക്ക് എല്ലാ കുട്ടികളെയൊക്കെ കൂടെ ചേർത്ത് ശരി നമുക്ക് ഉദ്ദേശിക്കാം ഒരു 3 ലക്ഷത്തോളം ആൾക്കാർ കരുനാഗപ്പള്ളിയിലുണ്ട് എന്നിരിക്കട്ടെ. 3 ലക്ഷം പേർ. അപ്പം ഈ 3 ലക്ഷം പേർക്ക് പറ്റിയിട്ട് എത്ര പച്ചക്കറി നമുക്ക് ഒരു വർഷം വേണ്ടി വരും എന്നുള്ളൊരു കണക്കാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പം 3 ലക്ഷം പേരെന്ന് പറഞ്ഞാൽ എത്ര പച്ചക്കറി വേണ്ടി വരും? അപ്പം ശരി, 3 ലക്ഷം പേര് അവര് ഒരു ദിവസം ശരി 50 ഗ്രാം പച്ചക്കറി കഴിച്ചെന്നിരിക്കട്ടെ. അപ്പോൾ 3 ലക്ഷം ഇൻറ്റു 50 ഗ്രാം. അപ്പം നമുക്ക് ഒരു കണക്കെടുക്കാം. അപ്പം ശരി, നമുക്ക് പറയാം നമുക്കിപ്പം വർഷം നമുക്കൊരു 1000 ടൺ പച്ചക്കറി വേണമെന്നിരിക്കട്ടെ. വർഷം 1000 ടൺ പച്ചക്കറി. അപ്പോൾ നമ്മൾ ഈ പച്ചക്കറി കൃഷി ചെയ്യാനാണെങ്കിൽ തന്നെയും നമുക്കിപ്പോൾ കൃഷി വകുപ്പുണ്ട്, നമുക്ക് ഇവിടെ കൃഷി ശാസ്ത്രജ്ഞരുണ്ട്, മാത്രമല്ല ഇന്റൻസീവ് അഗ്രികൾച്ചർ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്, പെർമ കൾച്ചർ എന്ന കോൺസെപ്റ്റ് ഉണ്ട്. ഇതിലൂടെ ചെറിയ സ്ഥലത്ത് തന്നെ നമുക്ക് ശാസ്ത്രീയമായ രീതികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു സെന്റ് സ്ഥലത്ത് തന്നെ ശാസ്ത്രീയമായ രീതിയിൽ നമുക്ക് കോളിഫ്ലവർ, നമുക്ക് തക്കാളി, മുളക്, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് വളർത്താനായിട്ടുള്ള ശാസ്ത്രീയമായ രീതികളുണ്ട്. അതിന് ശാസ്ത്രീയമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ജൈവവളമാണ് ഇഷ്ടമെങ്കിൽ അതിന് ശാസ്ത്രീയമായ രീതികളുണ്ട്, മറ്റുമുണ്ട്. നമുക്ക് വേണ്ടത് എന്താണ്? കുറച്ച് സ്ഥലം വേണം. ഇപ്പോൾ വീടുകളിൽ തന്നെ നിങ്ങൾക്ക് 1-2 സെന്റ് സ്ഥലം നമുക്ക് ഉണ്ടാവാം, ഒരാൾക്ക് കൊടുക്കാൻ പറ്റും. വീട്ടിൽ സ്ഥിരമായി നിൽക്കുന്ന അമ്മമാരുണ്ടാവാം. പിന്നെ ഇപ്പൊ പഞ്ചായത്തിൽ തന്നെ പുറമ്പോക്ക് ഭൂമികൾ കാണും. അപ്പൊ ഇന്നലെ എന്റെ പോസ്റ്റിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പൊ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിന്റെ 5% സ്ഥലം നമ്മൾ എടുക്കുകയാണെങ്കിൽ, 5% സ്ഥലം മാത്രം എടുക്കുകയാണെങ്കിൽ, അതിനകത്ത് ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ പച്ചക്കറി നടുകയാണെങ്കിൽ നമുക്ക് ഈ നാട്ടിൽ വേണ്ട അത്രയും പച്ചക്കറി നമുക്ക് ഇവിടെ തന്നെ ഉൽപ്പാദിക്കുകയും ചെയ്യാം. മാത്രവുമല്ല നമുക്ക് ഒരു 40 കോടിയോളം രൂപയുടെ ലാഭം കരുനാഗപ്പള്ളിയിൽ ഉണ്ടാക്കാം. കാരണം നമ്മൾ ഈ പച്ചക്കറി നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ വരുത്തുമ്പോൾ നമ്മൾ അവിടുന്ന് വരുന്ന ഡീസൽ, ഈ ട്രക്കിന്റെ ഡീസലിനുള്ള ചാർജ് കൊടുക്കുന്നുണ്ട്, നമ്മൾ അവിടെയുള്ള കർഷകരുടെ കൂലി കൊടുക്കുന്നുണ്ട്. അവർ നമുക്ക് ഉയർന്ന റേറ്റിലാണ് വിൽക്കുന്നത്. അപ്പൊ നമുക്കത് കൊടുത്തേ പറ്റൂ. അപ്പൊ അത്തരം പല സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ ലാൻഡ് രജിസ്റ്റർ എങ്ങനെ ചെയ്യാം? അപ്പം ഞാനിപ്പോ പറയാണ്, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഇവിടെ നമുക്കിപ്പോ നിയോജക മണ്ഡലത്തിന്റെ കൃഷി വകുപ്പ് ഉണ്ടെന്നിരിക്കട്ടെ. അവരിപ്പോ ഒരു ഗൂഗിൾ ഷീറ്റ് അവര് റിലീസ് ചെയ്യുവാണ്. ശരി, ഇവിടെ ആർക്കൊക്കെ എന്തൊക്കെ പച്ചക്കറികൾ നിങ്ങൾക്ക് എത്രയൊക്കെ സ്ഥലം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറയാണ്, ശരി, എൻ്റെ പേര് കിരൺ, എൻ്റെ വീട് ഇന്ന സ്ഥലത്താണ്, ഇതാണ് എൻ്റെ വീടിന്റെ ലൊക്കേഷൻ, അത് ഗൂഗിൾ മാപ്പിൽ കാണിക്കാം. എനിക്ക് ഇത്രയും സ്ഥലം കൊടുക്കാൻ പറ്റും. ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ ഞാൻ വീട്ടിലുണ്ടാകും. ആ സമയത്ത് ഞാനും പിന്നീട് നമ്മുടെ ഗവൺമെന്റ് കൃഷി വകുപ്പിൽ നിന്ന് കൊടുക്കുന്ന ആൾക്കാരുമായിട്ട് ചേർന്ന് എനിക്ക് ജോലി എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്കിപ്പം പറയാണ്, ശരി, വോളണ്ടറിലി
ആൾക്കാർ പറയാണ് എൻ്റെ വീട്ടിൽ ഇത്രയും സ്ഥലമുണ്ട്, അതിൻ്റെ ഫോട്ടോ ഇടാം, അതിൻ്റെ കാര്യങ്ങളിടാം, ഇന്ന സ്ഥലത്ത് എനിക്ക് ഇത് ചെയ്യാൻ താല്പര്യമുണ്ട്. അങ്ങനെ എല്ലാവരും വോളണ്ടറി ആയിട്ട് ഒരു ഗൂഗിൾ ഷീറ്റിൽ പറയാണ് എനിക്ക് ഇത്ര ഇത്ര സ്ഥലങ്ങളുണ്ട്, ഇത്ര സ്ഥലങ്ങളുണ്ട്. അതെല്ലാവരും പറയുകയാണെങ്കിൽ നമുക്ക് അത്ര ഇൻഫർമേഷൻ കിട്ടി. അപ്പം നമുക്ക് പറയാം ശരി, ഇപ്പം 5% സ്ഥലം ഈ നിയോജക മണ്ഡലത്തിലുള്ളത് ആൾക്കാർ വോളണ്ടറി ആയിട്ട് പറയാണ് ഇത്ര സ്ഥലം ഞാൻ തന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അത്ര ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു. പിന്നീട് ഓരോ സ്ഥലത്തും ഇപ്പം എന്താണ് വളർത്തുന്നത്, ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു പച്ചക്കറി വളർത്തിയാൽ മതി. അപ്പോൾ ഞാൻ പറയാണ് ശരി, ഇപ്പം ലീലാമ്മയുടെ സ്ഥലത്ത് നമ്മൾ വളർത്തിയത് ചിലപ്പോൾ തക്കാളി ആയിരിക്കാം, രണ്ടാമതൊരാളുടെ വീട്ടിൽ വളർത്തിയത് ചിലപ്പോൾ ക്യാബേജ് ആയിരിക്കാം. അപ്പം ഇതിന് ഓരോന്നിനും അതിൻ്റെതായ ബ്രാൻഡുമുണ്ട്. ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്ന തക്കാളി, ഇന്ന സ്ഥലത്ത് നിന്നത്. ഇത് മാത്രമല്ല, സോഷ്യൽ മീഡിയ വഴി നമുക്ക് പറയാൻ പറ്റും ഇതാ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന പച്ചക്കറി വളർത്തി, അതിൻ്റെ പ്രോഗ്രസ് ഇതാണ്, അതിപ്പോൾ നട്ടിട്ടുണ്ട്, അത് അങ്ങനെയായി, ഇത് ഇങ്ങനെയായി. അപ്പോൾ നിങ്ങൾക്ക് ആക്സസ് കൊടുക്കുകയാണ് ആൾക്കാരുടെ ഇടയിൽ. ഒന്നാമത്തെ കാര്യം, ഒരു പ്രശ്നം എന്താണ്, നമ്മുടെ ഇടയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അയൽക്കാരെ അറിയില്ല. അതൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ അയൽക്കാരെ അറിയും ഇങ്ങനെ ചെയ്യുമ്പോൾ. ശരി, നമ്മൾ ആദ്യം ഇന്നതൊക്കെയാണ്, ഇന്ന സ്ഥലത്ത് ഇന്ന പച്ചക്കറി ഉണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ നമ്മൾ ചേർന്നിട്ട് ഫാമേഴ്സ് മാർക്കറ്റ് എന്ന് പറയും. നമുക്ക് ചേർന്ന് തന്നെ വിൽക്കാനും സാധിക്കും. അതിനും നമുക്ക് സർക്കാരിൻ്റെ സഹായമുണ്ട്, പഞ്ചായത്തുകളുടെ സഹായമുണ്ട്, വാർഡ് മെമ്പർമാരുടെ സഹായമുണ്ടെങ്കിൽ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ പച്ചക്കറി വിൽക്കാം. എന്നിട്ട് ആർക്കാണോ പച്ചക്കറി എടുത്തത് നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി എന്ന ലെവലിൽ നിങ്ങൾക്ക് റിസോഴ്സസ് പൂൾ ചെയ്യാം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനം ഷെയർ ചെയ്യാം. പിന്നെ യുവാക്കൾക്കും സ്ത്രീകൾക്കും ചെറിയ പച്ചക്കറി കച്ചവടക്കാർക്കും ഒക്കെ ഇതിനകത്ത് പങ്കാളികളുമാവാം. ഒന്നാമത്തെ കാര്യം, കൃഷിയിൽ താല്പര്യമുള്ള യുവാക്കൾക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ശരി, എങ്ങനെയാണ് കൃഷി നടത്തുന്നത്, പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ശാസ്ത്രീയമായ രീതികളുണ്ട്, അതിൻ്റെ ശാസ്ത്രം പഠിക്കാം. അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റികളും കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങളും പിന്നെ അഗ്രികൾച്ചറൽ ടെക്നോളജികൾ ഉപയോഗിക്കാം. നിങ്ങൾക്ക് കൂടുതൽ പ്രിസിഷൻ ടെക്നോളജീസ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് സെൻസേഴ്സും ഇലക്ട്രോണിക്സും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓട്ടോമേറ്റഡ് അഗ്രികൾച്ചറൽ ടെക്നീക്സ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് അക്വാപോണിക്സ് അല്ലെങ്കിൽ ഹൈഡ്രോപോണിക്സ് പോലത്തെയുള്ള നൂതനമായിട്ടുള്ള വിഷയങ്ങൾ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ടിഷ്യൂ കൾച്ചർ ഉപയോഗിക്കാം. അപ്പോൾ ഇതിനകത്ത് ടെക്നോളജി, ബയോടെക്നോളജി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത്തരം പല സാധ്യതകൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വരും. ഒന്നാമത്തെ കാര്യം, നാടിന് പച്ചക്കറി നമ്മൾ നമ്മുടെ തന്നെ സ്വയം പര്യാപ്തത നേടാനുള്ളൊരു അവസരം നമുക്ക് കിട്ടുന്നു. മാത്രമല്ല, നമുക്ക് ടെക്നോളജി ഉപയോഗിക്കാനുള്ള അവസരം കിട്ടുന്നു. സ്റ്റുഡൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, യൂത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, സ്ത്രീകൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നമുക്ക് ഓവറോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുറച്ചും കൂടെ ചേർച്ചയുണ്ടാവും. അപ്പം ഇത്തരം ആശയങ്ങൾ, അപ്പം പച്ചക്കറി കൃഷി നമ്മുടെ നാട്ടിൽ നമ്മളുടെ അതിനൊരു ഒരു 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 മെത്തഡോളജി എങ്ങനെ നമ്മൾ ഗൂഗിൾ ഷീറ്റ്സ് വഴി ട്രാൻസ്പെറൻ്റ് ആയി ഇത്ര സ്ഥലം ഇതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് അതിൻ്റെ നമുക്ക് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ കമ്മ്യൂണിറ്റീസിൽ നമ്മൾ പറയുകയാണ് എനിക്ക് ഇത്രയും പ്രോഗ്രസ് കിട്ടി, ഇത്രയും പ്രോഗ്രസ് കിട്ടി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് യു സി. അതായത് ഇതിനെ നമുക്ക് അഗ്രികൾച്ചറൽ കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് എന്ന് വിളിക്കാം. സ്വയം പര്യാപ്തത നേടാം. പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ അൺയൂസ്ഡ് ആയിട്ട് കിടക്കുന്ന ലാൻഡ് നമുക്ക് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം സി എനിക്ക് ഇതിനകത്ത് റവന്യൂ വേണ്ട എന്ന് പറയാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. കാരണം എനിക്കിപ്പം ഈ പച്ചക്കറി വിറ്റിട്ടുള്ള കാശ് എൻ്റെ വീട്ടിൽ വേണ്ടെന്ന് പറയുകയാണെങ്കിൽ ആ റവന്യൂ നിങ്ങൾക്ക് വീണ്ടും ഈ പ്രോജക്റ്റിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഒരു ചെറിയൊരു ആശയമാണ്, ലാൻഡ് ബാങ്ക് രജിസ്റ്റർ എന്ന് പറയുന്നു. പഞ്ചായത്തുകൾക്ക് ഈ ആശയം സ്വീകരിക്കാവുന്നതാണ്, ശ്രമിച്ചു നോക്കാവുന്നതാണ്. എനിക്കും കുറച്ച് സഹായിക്കാൻ സാധിക്കും. മാത്രമല്ല, ഇവിടെ നമ്മുടെ ഇടയിൽ തന്നെ എക്സ്പേർട്സ് ഉണ്ട്, അഗ്രികൾച്ചറൽ എക്സ്പേർട്സ് ഉണ്ട്, ബയോടെക്നോളജി എക്സ്പേർട്സ് ഉണ്ട്, ഇലക്ട്രോണിക്സ് എക്സ്പേർട്സ് ഉണ്ട്, അവർക്ക് ഇതിൻ്റെ ഓട്ടോമേഷൻ പറയാൻ സാധിക്കും. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് എക്സ്പേർട്സ് ഉണ്ട്, സോഷ്യൽ വർക്ക് എക്സ്പേർട്സ് ഉണ്ട്. ഇവരൊക്കെ കരുനാഗപ്പള്ളി തന്നെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ വി കുഡ് പോസിബിളി become self-reliant in our vegetable production. Thank you very much. ഞാൻ കിരൺ എസ് പിള്ളൈ, ഫൗണ്ടർ വസ്തുത തിങ്ക് ടാങ്ക്. താങ്ക് യു.